UDF സർക്കാരിന്റെ ഇരുണ്ടകാലം വീണ്ടും ഓർമ്മിപ്പിച്ച് വിദ്യാർത്ഥികളെ കിട്ടാതെ സ്കൂൾ പൂട്ടി. കൊല്ലം ചവറ ഉപജില്ലയിലെ വടക്കുഭാഗം NSS LP സ്കൂളാണ് പൂട്ടിയത്. വടക്കുഭാഗം NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 സ്കൂളിൽ 6ാം പ്രവൃത്തി ദിനത്തിലെ കണക്കെടുപ്പിൽ ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടായില്ല. നമുക്ക് ഇങ്ങനെ ഈ സ്കൂൾ കിടക്കുന്നതിന് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചതാ. അന്നൊന്നും ഈ LKG UKG ഒന്നും പഠിക്കാൻ നമുക്ക് നിവർത്തിയില്ലായിരുന്നു. ഇപ്പം നിവർത്തിയുള്ളവരും നിവർത്തിയില്ലാത്തവരും എല്ലാം അങ്ങ് കൊണ്ടുപോവുക കൊച്ചുങ്ങളെ. സങ്കടമുണ്ട്. സ്കൂൾ ദൂരം അവിടെ കുറേ ആളുകളുണ്ടല്ലോ. ഞാൻ പഠിച്ച സമയത്ത് 3ഉം 4ഉം ഡിവിഷൻ വീതം ഉണ്ടായിരുന്നു എല്ലാം. ഇപ്പം പിന്നെ എന്തോ കുട്ടികളെല്ലാം ഇപ്പം എല്ലാം പുതിയ കാര്യങ്ങളല്ലേ. എല്ലാവരും അങ്ങ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ അതൊരു ഇതല്ല. പിന്നെ ഓലപ്പരയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ചെറിയൊരു സ്കൂളുണ്ടായിരുന്നു, പിന്നെ ആ വലുത് വന്നത്. എന്തോ ഞാൻ 1962 1ാം ക്ലാസ് ഇവിടെ പഠിച്ചതാണ്. അന്ന് 2 പള്ളിക്കൂടം മുടക്കും. പിന്നെ കുട്ടികൾ കൂടും തോറും പിന്നെ കുറുക്ക് പള്ളിക്കൂടവും ഇന്നൊരു ഷെഡ് പള്ളിക്കൂടവും അടിച്ചു. അങ്ങനെ 1450 കുട്ടികൾ ഈ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. 1953 മുതൽ കൊല്ലം ചവറ തെക്കുംഭാഗം ഗ്രാമത്തിലെ കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വടക്കുംഭാഗം NSS LPSന് താഴെ വീണു. ഒരു കുട്ടി പോലും സ്കൂളിൽ ചേരാൻ എത്തിച്ചേരാത്തതിനാലും സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിനാലുമാണ് ഈ വിദ്യാലയ മുത്തശ്ശി കണ്ണടച്ചത്. കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. മാർച്ച് 31-ന് പ്രധാന അധ്യാപികയും മെയ് 31-ന് മറ്റൊരു അധ്യാപികയും വിരമിച്ചു. ഇതോടെ കുട്ടികൾ സ്കൂൾ വിട്ടു. തെക്കുംഭാഗം ഗ്രാമത്തിലെ വടക്കുംഭാഗം മാലിഭാഗം പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാനായി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ സ്ഥാപിച്ചത്. ഓരോ വീട്ടിലും ഒരു മൺകുടം കൊടുത്ത് ഓരോ ദിവസവും അടുപ്പിൽ അരിയിടുമ്പോൾ ഒരു പിടി അരി വീട്ടുകാർ കുടത്തിലിടും. കുടം നിറയുമ്പോൾ കരക്കാർ അതുകൊണ്ടുപോയി ലേലം ചെയ്ത് വിൽക്കും. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ സ്ഥലത്താണ് സ്കൂൾ സ്ഥാപിച്ചത്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലായി 15 ഡിവിഷനും 450-ലേറെ കുട്ടികളുടെ അംഗസംഖ്യയും ഈ സ്കൂളിൽ ഒരിക്കലുണ്ടായിരുന്നു. കാലത്തിനൊത്ത പരിഷ്കാരം ഭൗതിക സാഹചര്യത്തിൽ വരാത്തതും പ്രദേശത്തുള്ളവരുടെ ഇംഗ്ലീഷ് മീഡിയം ഭ്രമവും കുട്ടികളുടെ എണ്ണം കുറയാൻ കാരണമായി. ഫിറ്റ്നസ് പരിശോധന കർശനമായതോടെ കഴിഞ്ഞ വർഷം 3 ക്ലാസുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന നേതാവായ അധ്യാപകനും ഇതേ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും സ്കൂൾ നിലനിർത്താൻ യാതൊന്നും ചെയ്തില്ലെന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ നയം പുതിയ UDF സർക്കാർ പിന്തുടരുന്നതിനാൽ സ്കൂൾ അടച്ചുപൂട്ടാൻ അധിക കാലതാമസവും വേണ്ടി വന്നില്ല. ഈ പൂട്ട് കണ്ടോ, സങ്കടമുണ്ട്. ഇത് 1953-ൽ തുടങ്ങിയ സ്കൂള്, അതായത് ഈ പറഞ്ഞ വടക്കും ഭാഗം NSS LP സ്കൂള് ചവറ തെക്കും ഭാഗത്തുള്ള സ്കൂളാണ്. അതാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഒരു മുത്തശ്ശി സ്കൂളാണ് അടച്ചു പൂട്ടിയത്. അത് ഒരു ഗവൺമെൻറ്റിന് ഇവർ സർക്കാർ വിചാരിച്ചാൽ ഉറപ്പായും ഇതൊന്നും പൂട്ടില്ല. നാട്ടുകാരെ എല്ലാം സംഘടിപ്പിച്ച് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.